നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ ജാതിയും മതവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജാതിയും മതവും പ്രചരിപ്പിച്ചുകൊണ്ട് ധ്രുവീകരണത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കലാണ് തങ്ങൾക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ഏറ്റവും നല്ലത് എന്ന് തിരിച്ചറിയുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ UDFന്റെ ജാഥ ആരംഭിച്ചു. ആ ജാഥ ആരംഭിച്ചപ്പോൾ ഈ ജാഥയ്ക്ക് ഞങ്ങൾ പേരിട്ട് വിളിക്കുന്നത് വികസന മുന്നേറ്റ യാത്ര എന്നാണ്. പക്ഷെ ആ ജാഥ അവരെന്ത് പേരിട്ട് വിളിച്ചാലും ഒരു വിഭജന യാത്രയായിട്ടാണ് കേരളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ നല്ല റോഡുകളിലൂടെ നല്ല സംവിധാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയം അവർ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നാം ദിവസം അവർ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രം പറയുന്ന സംഘടനയല്ല എന്ന്. മതരാഷ്ട്രം പറയുമ്പോൾ സംഘടനയല്ല എന്ന് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? VD സതീശനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം 60 പുസ്തകം കൃത്യമായി ഒരു വർഷം വായിക്കുന്ന ആളാണ്. ഓരോ കൊല്ലവും ആ 60 പുസ്തകം വായിച്ചതിനെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്ന ഒരാൾ. ആര് പുസ്തകം വായിക്കുന്നതിന് ഞാൻ എതിരായിട്ട് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ വായിച്ച് ഉദ്ഘോഷിക്കുന്ന ഒരാൾ അയാൾ പരസ്യമായിട്ട് ഈ കേരളത്തോട് പറയുകയാണ്, ഈ ഭൂമിയിൽ ഒരാളും പറയാൻ ധൈര്യമില്ലാത്തൊരു വിഡ്ഢിത്തം പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയുന്ന സംഘടനയല്ല എന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക സമൂഹത്തിനിടയിൽ തന്നെ വളരെ വളരെ ചെറിയൊരു ശതമാനമാണ്. 1% താഴെ മാത്രമുള്ള ഒരു വിഭാഗമാണ്. അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, ചില സംവിധാനങ്ങളുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ. ആ രാഷ്ട്രീയം പക്ഷെ സതീശൻ പറയുമ്പോൾ വിഖ്യാതമായ ഒരു കോൺഗ്രസ് പാരമ്പര്യം ഉണ്ടല്ലോ പഴയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയെങ്കിലും, ആ പാരമ്പര്യത്തെ ആകെ മറന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഒരു ജാഥ ആരംഭിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അതിനർത്ഥം നമ്മുടെ സമൂഹത്തിൽ അപകടകരമായ തരത്തിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എന്നതാണ്. അത് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് എതിരാണ്. കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാർക്സിസം ലെനിനിസം എങ്ങനെയാണോ ഒരാശയമായിരിക്കുന്നത്, എങ്ങനെയാണോ പ്രചോദനമായിരിക്കുന്നത്, എങ്ങനെയാണോ കരുത്തായിരിക്കുന്നത്, അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് മതരാഷ്ട്രവാദം, ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അത് അവരുപേക്ഷിച്ചില്ല എന്നിരിക്കെ 60 അല്ല 6000 പുസ്തകം വായിച്ചാലും മനുഷ്യർക്ക് വിവരം ഉണ്ടാകണം എന്നില്ല. ലോകത്ത് ഏത് പുസ്തകം വായിച്ചാലും ജമാഅത്തെ ഇസ്ലാമി ഇത് ഉപേക്ഷിച്ചതായിട്ട് കാണാൻ സാധിക്കില്ല. ഇപ്പം ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ ചില സീറ്റുകളിൽ ജയിച്ചു. അവിടെയും അവരുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടിയുള്ള, അത് കുറെ കൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിനുകളായിരുന്നു. അത് ഒരു ഭാഗത്ത് സതീശൻ പറയുമ്പോൾ മതം 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 മാത്രമാണ് പ്രശ്നം എന്ന് മുസ്ലിം ലീഗിന്റെ ഒരു യുവ നേതാവ് ആക്രോശിക്കുന്നു. ഒരു ജനക്കൂട്ടം അത് ആർത്തു വിളിക്കുന്നു. ഇതെല്ലാം കേരളത്തിൽ സൃഷ്ടിക്കുന്ന അപകടം എന്താണ്? ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ സംഘപരിവാരമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം ഇങ്ങനെ വരുമ്പോൾ ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സംഘടിക്കാൻ സാധിക്കുന്നത് അവർക്ക് കൂടിയാണ്. അങ്ങനെയാണ് എവിടെയും വർഗീയ ശക്തികൾ അവർ പരസ്പരം എതിർക്കുമെന്ന് തോന്നും, പക്ഷെ അവർ പരസ്പരം സഹായിച്ചുകൊണ്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്.